നമ്മൾ സോഷ്യോളജിയാണ് നോക്കാൻ പോണത്. സോഷ്യോളജിയിൽ നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് 33B വരുന്ന ചാപ്റ്ററാണ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്, ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യങ്ങൾ, ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോൾ ഇതും നമ്മൾ 32B പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. 2-3 കാര്യങ്ങൾ നമുക്കതിൽ നോക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പാട്രിയാർക്കി എന്താണെന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഈ ഓപ്ഷണൽ സബ്ജക്റ്റുകളിൽ പഠിച്ച പല കാര്യങ്ങളും എന്താണ്, നമ്മൾ കോമൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പാട്രിയാർക്കി എന്ന് പറയുന്നത് എന്താണ്, പുരുഷ മേധാവിത്വത്തിനെയാണ് എന്ന് പറയുക, പാട്രിയാർക്കി എന്ന് പറയുക. സ്ത്രീകളെക്കാളും കൂടുതൽ പ്രാധാന്യം ആർക്കുണ്ടാവുക, പുരുഷന്മാർക്ക് ഉണ്ടാവുക. ഇനി വേദങ്ങൾ, ഇവിടെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. വേദങ്ങളെക്കുറിച്ച് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വേദം എന്ന് പറയുന്ന വാക്കിനർത്ഥം അറിവ് എന്നാണ്. ഈ അറിവ് എന്ന് പറയുന്നത് എന്തെങ്കിലും ബുക്കിൽ നിന്ന് കിട്ടുന്ന നോളജിനെയല്ല പറയുന്നത്. നമ്മൾ കാലാകാലങ്ങളായി പല തരത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ പുസ്തകങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ നേടിയെടുക്കുന്ന ആ മൊത്തം അറിവിനെയാണ് നമ്മൾ എന്ത് പറയുക, വേദം എന്ന് പറയുന്നത്. വേദങ്ങൾ പ്രധാനമായും 4 തരത്തിലുണ്ട്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം, 4 വേദങ്ങൾ. ഋഗ്വേദമാണ് ആദ്യമായിട്ട് രചിക്കപ്പെട്ടത്. അതിൽ 1000-ൽ പരം മന്ത്രങ്ങളുണ്ട്. പ്രകൃതി ദേവീദേവന്മാരെ കുറിച്ചിട്ടുള്ള സ്തുതികളാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഇനി ഋഗ്വേദങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള സ്തോത്രങ്ങളാണ് എവിടെയുള്ളത്, സാമവേദത്തിലുള്ളത്. ഋഗ്വേദത്തിൽ നിന്ന് എടുത്ത് സംഗ്രഹിച്ചിട്ടുള്ള സ്തോത്രങ്ങളാണ് എവിടെയുള്ളത്, സാമവേദത്തിലുള്ളത്. സംഗീതത്തെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്, സാമവേദത്തിലാണ്. ഇനി യജ്ഞങ്ങളും ചടങ്ങുകളും മന്ത്രങ്ങളും ഒക്കെയാണ് എവിടെയുള്ളത്, നമ്മുടെ യജ്ഞങ്ങളും ചടങ്ങുകളും മന്ത്രങ്ങളൊക്കെയാണ് യജുർവേദത്തിൽ. എങ്ങനെ യജ്ഞം ചെയ്യണം, അതിന് വേണ്ട മന്ത്രങ്ങൾ, അതിൻ്റെ ചടങ്ങുകളൊക്കെയാണ് യജുർവേദത്തിൽ പറയുന്നത്. സൃഷ്ടിയുടെ രഹസ്യങ്ങൾ, രോഗനിവാരണത്തിനുള്ള മാർഗങ്ങൾ, ഇതൊക്കെയാണ് എവിടെയുള്ളത്, അഥർവവേദത്തിലുള്ളത്. ഇനി ഇതൊക്കെയാണ് വേദങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. 4 വേദം, പിന്നെ ഓരോ വേദത്തിലും എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത്. ഓരോ വേദത്തിനും 4 ഭാഗമുണ്ട്. ഓരോ വേദത്തിനും 4 ഭാഗമുണ്ട്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇനി വേദങ്ങൾ എങ്ങനെയാണ് നമ്മൾ പാരായണം അല്ലെങ്കിൽ എങ്ങനെയാണ് വായിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ യജ്ഞക്രിയകൾ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് 6 വേദാന്തങ്ങളും 6 ദർശനങ്ങളുണ്ട്. കൃത്യമായിട്ട് അതെങ്ങനെ പറയണം അല്ലെങ്കിൽ എങ്ങനെ അത് വായിക്കണം എന്നുള്ളതിനെ പറയാനായിട്ട് 6 വേദാന്തങ്ങളും 6 ദർശനങ്ങളുണ്ട്. അതിൻ്റെ പേരുകളാണ് ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, കൽപ്പം. ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, കൽപ്പം. ഇതാണ് ഈ 6 വേദാംഗങ്ങൾ. അപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനോ നമുക്ക് വേദങ്ങളെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ വേദം എന്ന് പറയുമ്പോൾ എന്താണ്, അറിവെന്നാണ് അർത്ഥം. 4 വേദങ്ങളുണ്ട്. ഓരോ വേദത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നത്, പിന്നെ അതിൻ്റെ ആ ഒരു 4 ഭാഗങ്ങളുണ്ട്, പിന്നെ 6 വേദാംഗങ്ങളുണ്ടെന്ന് പറയല്ലേ, അത്രയും കാര്യങ്ങൾ മാത്രം, അത്രയും പോയിന്റ്സ് ആയിട്ട് മാത്രം നോക്കിയാൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകൾ. ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് എന്ത്, ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകൾ. ശാസ്ത്രമേഖലയിൽ ഇന്ത്യ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ ശാസ്ത്രമേഖലയ്ക്ക് ഇന്ത്യ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ശാസ്ത്രീയമായിട്ടൊക്കെ പുരോഗതി നേടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പാശ്ചാത്യ ബന്ധം കൊണ്ട് തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ വന്നു പോയതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് നമുക്കിതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവർ നോട്ട് ചെയ്തത് മാത്രം നമുക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. സർ ജഗദീഷ് ചന്ദ്ര ബോസിൻ്റെ സസ്യങ്ങളുടെ ജീവനെക്കുറിച്ചിട്ടുള്ള പഠനം. സർ ജഗദീഷ് ചന്ദ്ര ബോസ് അദ്ദേഹത്തിൻ്റെ സസ്യങ്ങളുടെ ജീവനെക്കുറിച്ചിട്ടുള്ള പഠനം. അതേപോലെ തന്നെ പ്രഫുല്ല ചന്ദ്ര റോയിയുടെ രസ തന്മാത്രയെ കുറിച്ചിട്ടുള്ള പഠനം.
പിന്നെ 1911 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ സ്ഥാപിതമായത്. 1914 ശാസ്ത്ര ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ശാസ്ത്ര കോൺഫറൻസ് വിളിച്ചത്. ഇതൊക്കെ എന്താണ്, നമ്മുടെ ശാസ്ത്ര മേഖലയിൽ നമ്മുടെ പുരോഗതിനെ, നമ്മുടെ സംഭാവനകളൊക്കെ എടുത്തു കാട്ടുന്നതാണ്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ പോലെ അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് അതെവിടെ നിന്നാണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ഇതുപോലെ നമുക്ക് പറയാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവരിപ്പോൾ നോട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പിന്നെ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. വേദങ്ങളെക്കുറിച്ചൊന്ന് നന്നായിട്ട് നോക്കാം. നമുക്ക് നോക്കാനുള്ളത് സാമൂഹ്യ പെരുമാറ്റങ്ങളെക്കുറിച്ചും സാമൂഹ്യ മൂല്യങ്ങളെക്കുറിച്ചാണ്. നോംസ് ആൻഡ് വാല്യൂസ്. നോംസ് എന്ന് പറയുമ്പോൾ സാമൂഹ്യ പെരുമാറ്റങ്ങൾ, പിന്നെ സാമൂഹ്യ മൂല്യങ്ങൾ, വാല്യൂസ്. അപ്പോൾ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെങ്ങനെ പെരുമാറണം, അതാണ് എന്ത് പറയണത്, നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച്, സാമൂഹ്യ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ നമ്മളെങ്ങനെ പെരുമാറണം. ഇപ്പോൾ ഒരാൾ അപകടത്തിൽ പെട്ട് കിടക്കുകയാണ്, നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, അങ്ങനെയുള്ള കുറേ നിയമങ്ങളാണ്. അതാണ് സാമൂഹ്യ നിയമങ്ങൾ എന്ന് പറയുന്നത്. അത്തരം നിയമങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് എന്ത്, സാമൂഹ്യ മൂല്യങ്ങൾ. നമ്മുടെ മൂല്യങ്ങളാണെങ്കിൽ നമ്മുടെ സംസ്കാരമാണ് അവിടെ കാണിക്കുന്നത്. സാമൂഹ്യ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ മൂല്യങ്ങൾ എന്ന പദം സാമൂഹ്യ ഘടനയുടെ ഘടകഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. സാമൂഹ്യ വ്യവസ്ഥിതിയുടെ സ്ഥിരതയ്ക്ക് കാരണം സാമൂഹ്യ മൂല്യങ്ങളാണ്. ഇത്തരം മൂല്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരാളിങ്ങനെ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് തിരിഞ്ഞോടിപ്പോവാം, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അയാളെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ശ്രമിക്കാം. അത് നമ്മുടെ മൂല്യമാണ്, നമ്മുടെ നന്മയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ നന്മയാണ്, ഇത്തരം മൂല്യങ്ങളാണ് എന്ത്, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ സ്ഥിരതയ്ക്ക് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അത്തരം മൂല്യങ്ങളാണ്. തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ വിലയിരുത്തുന്നതിനും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിനും മറ്റുമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് എന്ത്, മൂല്യങ്ങൾ. തങ്ങളുടെ ജീവിതത്തിൽ ജനങ്ങൾ പിന്തുടരേണ്ടതായ ലക്ഷ്യങ്ങളെക്കുറിച്ചും തങ്ങൾ ഏർപ്പെടുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ പിന്തുടരേണ്ടതായ ആശയങ്ങളുമാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെങ്ങനെയാണ് ജീവിതത്തിൽ പെരുമാറേണ്ടത്, അത്തരം കാര്യങ്ങളാണ് എന്ത്, നമ്മുടെ മൂല്യങ്ങളായിട്ട് വരുന്നത്. ജനങ്ങളുടെ പെരുമാറ്റത്തിന് സഹായകമായ പൊതുമാർഗനിർദ്ദേശക രേഖകളാണ് മൂല്യങ്ങൾ. ഒരു സമൂഹത്തിലോ സമൂഹഗണത്തിലോ സ്വയമോ വിലക്കപ്പെട്ടതോ അഭികാമ്യമോ ആയ ഒരു തത്വമോ ഗുണവിശേഷമോ ആണ് സാമൂഹിക മൂല്യം. ഓരോ ജനതയ്ക്കുമുള്ള മൂല്യം പ്രത്യക്ഷത്തിൽ നിരീക്ഷിക്കാൻ കഴിയില്ല. ഓരോരുത്തരുടെയും വാല്യൂസ് എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ചോദിക്കുന്നത് വേദങ്ങളെക്കുറിച്ചായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ നമ്മളെന്താണ് ശാസ്ത്രമേഖലയ്ക്ക് കൊടുത്തുള്ള സംഭാവന എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്തൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ ചോദിക്കുക, ഒക്കെ ചോദിക്കുള്ളൂ. എന്തായാലും വേദങ്ങളെക്കുറിച്ചൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വേദങ്ങളെക്കുറിച്ച് 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യനായി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. ഇതോടുകൂടി നമ്മുടെ സോഷ്യോളജി കഴിയാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് നോക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. കാരണം അതെന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.